അധ്വാനിച്ച് തിന്നുന്നവനെ ബഹുമാനിക്കാൻ പഠിക്കണം. അധ്വാനിച്ച് തിന്നുന്നവനെ ബഹുമാനിക്കാൻ പഠിക്കാൻ ഇസ്ലാം പഠിപ്പിച്ചു. ഏതുപോലെ നമ്മളൊക്കെ ഒരു കല്യാണ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പം അറിയാതിരുന്നിട്ടുകൂടി ഒരു പാന്റും കുപ്പായവും വലിച്ചു കയറ്റി ഒരു തുപ്പയും വെച്ചിട്ട് വെയിൽ കൊള്ളുന്ന ഒരു സെക്യൂരിറ്റിയെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവനോട് നിർദ്ദേശിക്കപ്പെട്ടതേ അയാൾ ചെയ്യാൻ പാടുള്ളൂ. ആ നിർദ്ദേശിക്കപ്പെട്ടതിനനുസരിച്ചിട്ട് അയാൾ നിയന്ത്രിക്കുമ്പോ പലർക്കും സെക്യൂരിറ്റിയോട് ഒരു ദേഷ്യം. ഒരു സാധു സെക്യൂരിറ്റിയെ ഇടിച്ചു കൊന്ന നാടാണ് കേരളക്കര. ദേഷ്യത്തിന്റെ പേരിൽ ഒരു കുടുംബത്തിന്റെ അത്താണിയായി തെണ്ടാൻ മനസ്സില്ലാത്തതിന്റെ പേരിൽ കുടുംബം പോറ്റാൻ ഇറങ്ങുന്നവരാ സർവ്വപണിക്കാരും. എല്ലാ തൊഴിലിനും അതിൻ്റെതായ ഭംഗിയുണ്ട്. അധ്വാനിച്ച് തിന്നുന്നവനെ കണ്ടാൽ അവനോട് ഏറ്റവും മനോഹരമായിട്ട് പെരുമാറണം. കോഴിക്കോട് ബീച്ചിൽ കടല വിൽക്കുന്ന ഒരു സാധു മനുഷ്യനോട് വാങ്ങിയ കടലയേക്കാൾ ഇരട്ടിപ്പണം കൊടുത്തപ്പോ ആ പണം തിരിച്ചു കൊടുത്തു. ഇത് നിങ്ങൾക്കുള്ളതാണെന്ന് പറഞ്ഞപ്പം ദൈവം എനിക്ക് ആരോഗ്യം തന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ കടലപ്പണിക്കിറങ്ങിയതെന്നും നയിച്ച് തിന്നുന്നതാണ് എന്റെ ശരീരത്തിന്റെ ആരോഗ്യമെന്നും ഒരു സാധു പറയുന്നുണ്ട് എങ്കിൽ ഭക്ഷണം നയിച്ച് അല്ലെങ്കിൽ അധ്വാനിച്ച് കഴിക്കുന്നവനെ കണ്ടുപഠിക്കണം, അവനെ ബഹുമാനിക്കാനും പഠിക്കണം.